scientist is to generate applicable business intelligence. Okay, and I will skip this all things here. This is very important. The creation of data product requires the components. So actually, we can treat what a data scientist creates or generates, that is a data product. The market, the global market need maybe that product. What are the needs of the global market, like that an efficient data scientist can generate data products. So how a data scientist can create a very good data product? That's our question. For a data scientist, creative ആയിട്ടുള്ള വളരെ ഡിമാൻഡുള്ള ഗ്ലോബൽ മാർക്കറ്റിൽ ഡിമാൻഡുള്ള ഒരു ഡാറ്റ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്നുള്ള അല്ലെ, വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നെ ഡാറ്റ അല്ലെ, അദ്ദേഹത്തിന് വളരെ മേജർ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഡാറ്റാസ് അല്ലെ. In our world, there is a huge, very bundle of data are available. That's why, in case of a data scientist, if you or me are data scientists, doesn't matter. There is a bundle of data are available. Then next one is technical expertise. The technical expertise എന്ന് പറയുന്നത് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് മെഷീൻ ലേണിംഗ് എക്സ്പെർട്ടൈസ് ആണ് നമ്മൾ പറയുന്നത്. To be a very good machine learning expertise or to be a very good data scientist, you should be able to cope up with a very good mathematics and statistics. നിങ്ങൾ നല്ലൊരു മാത്തമാറ്റീഷ്യനോ നല്ലൊരു സ്റ്റാറ്റിസ്റ്റീഷ്യനോ ആണെങ്കിൽ, അതായത് നല്ലൊരു മാത്തമാറ്റീഷ്യനും നല്ലൊരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ BSc അല്ലെങ്കിൽ MSc ഒക്കെ ലെവലില് നമ്മളൊരു ഭയങ്കര ഡെപ്തിലുള്ള ഒരു മാത്തമാറ്റീഷ്യൻ അല്ലെങ്കിൽ പോലും, ഇൻ കേസ് ഓഫ് ഡാറ്റ സയൻസ് യു വിൽ ബി എ വെരി ഗുഡ് മാത്തമാറ്റീഷ്യൻ. അതായത് വളരെ ഡെപ്തിലുള്ള ഒരു നോളജ് ഇല്ലാത്തവർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഡാറ്റ സയൻറ്റിസ്റ്റ് ആയി വരാൻ കഴിയുന്നുണ്ട്. അപ്പൊ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് പറയുന്ന സമയത്ത് മെഷീൻ ലേണിംഗ് എക്സ്പെർട്ടൈസിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കില്ല് വളരെ പ്രധാനപ്പെട്ടതാണ്. ദ പീപ്പിൾ ആൻഡ് ദ പ്രോസസ് അല്ലെ, ടാലന്റഡ് ആയിട്ടുള്ള പീപ്പിൾസ്, ദ പീപ്പിൾ ഹു ഹാവ് വെരി ഗുഡ് സ്കിൽ ഇൻ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ്, they will be very much expertise in data science. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് ഗൂഗിൾ മാപ്പ്. നമ്മളെല്ലാവരും യാത്രക്ക് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഗൂഗിൾ മാപ്പ്. ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഫോർ ഡാറ്റ പ്രോഡക്റ്റ് അല്ലെ, വളരെ നല്ല ഒരു ഡാറ്റ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ. എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു ഡാറ്റ പ്രോഡക്റ്റ് ആണ് അത് ഗൂഗിൾ മാപ്പ്. നിങ്ങൾക്ക് എവിടെയാണോ പോവേണ്ടതെങ്കിൽ ആ പോവേണ്ട ഭാഗത്തേക്ക് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ you can have options in which mode you can travel. By walking you can go, or by riding bike you can go to that place, or otherwise you can reach your destination by using your car or by train or bus. Anything you can use, no problem. By selecting that things, the Google Map show you through which way you can go, and also Google Map show you the shortest path അല്ലെ. ഒരു ഷോർട്ടസ്റ്റ് പാത്തിനെ നിങ്ങൾക്ക് കാണിക്കാൻ ഗൂഗിൾ മാപ്പിന് കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റോഡിലുള്ള നിങ്ങൾ പോകുന്ന ട്രാവൽ ചെയ്യുന്ന ആ വഴിയിലുള്ള നിങ്ങളുടെ ട്രാഫിക്കിനെ കാണിച്ചു തരാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ മാപ്പിന് സാധിക്കുന്നുണ്ട്. വിച്ച് ഇസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ്, ചിലതെന്തായിരിക്കും ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും, ട്രാഫിക് ബ്ലോക്ക് കുറവായതുകൊണ്ട് തന്നെ. ആൻഡ് ഗൂഗിൾ മാപ്പ് ഗിവ് യു എ prediction. The forecasted prediction given by the Google Map at which time you can reach your destination. നിങ്ങൾ നോക്കി നോക്കൂ, ആ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഒരു മോഡറേറ്റ് സ്പീഡിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആ ഗൂഗിൾ മാപ്പ് പറഞ്ഞ സമയത്തിന്റെ ഒരു നൈബർഹുഡിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് എ ഡാറ്റ പ്രോഡക്റ്റ് അല്ലെ. ഡാറ്റ സയന്റിസ്റ്റുകളുടെ ഏറ്റവും വളരെ ലോകത്ത് ഏറ്റവും അധികം യൂസ് ചെയ്യപ്പെടുന്ന വലിയൊരു ഡാറ്റ പ്രോഡക്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഗൂഗിൾ മാപ്പ് പറയാൻ കഴിയും. ഈ ഗൂഗിൾ മാപ്പ് വന്നതിന് ശേഷം ഹ്യൂമൻ ബീയിങ്സിന്റെ അതിന്റെ ഒരു ഉപയോഗം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അത് എത്രത്തോളം നമ്മൾ ഡെയിലി ലൈഫിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. സോ 3 skills that a good data scientist need to cultivate അല്ലെ. ഏറ്റവും നല്ലൊരു ഡാറ്റ സയന്റിസ്റ്റിന് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട 3 സ്കില്ലുകളാണ്. A major skill is a skill on
മാത്സ് ആൻഡ് സ്റ്റാറ്റ്സ്. മാത്സിലും മാത്തമാറ്റിക്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ആ ഡാറ്റാ സയന്റിസ്റ്റിന്റെ നോളജാണ് അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസിനെ അദ്ദേഹത്തിന്റെ മേജർ സ്കില്ലായിട്ട് പറയുന്നത്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ സ്കില്ലാണ് കോഡിങ്ങില്. കോഡിങ്ങിൽ അദ്ദേഹമുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയൊരു പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ല കോഡിങ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ വളരെ മേജറായുള്ള ഒരു ഭാഗമാണ് കോഡിങ് തിയറി. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും എലക്ടീവ് കോഴ്സുകളൊക്കെ കോഡിങ് തിയറിയിൽ ഉണ്ടാവും. പലപ്പോഴും അത് റിജക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോഡിംഗ് തിയറിയെ നിങ്ങളുടെ ഒരു എലക്ടീവ് പേപ്പർ ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് ഫ്യൂച്ചറിൽ. Then third one is communication. What he generated, what he developed, he need to communicate that is to the stakeholders. അല്ല, ഒരു ഡാറ്റ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന വലിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഗൂഗിൾ ടീം അതിനെ ഫ്രീസറിൽ വെച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആളുകൾക്ക് പ്രാപ്യമാവുകയാണ്. And firstly, they installed, they provided for the entire human beings, for the entire world. അല്ലെ, ലോകത്തിന് മുഴുവനായിട്ട് അവർ ഷെയർ ചെയ്തു. പക്ഷെ പലപ്പോഴും എന്ത് ചെയ്തില്ല, ഈ കാലഘട്ടത്തിലൊന്നും എന്ത് ചെയ്തില്ല, ആളുകൾ പല ഘട്ടങ്ങളിലും എന്ത് ചെയ്തില്ല, അത് ഉപയോഗിക്കാൻ വിമുഖത കാണിച്ചു. നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ മതി. നമ്മൾ ഗൂഗിൾ മാപ്പിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും മുൻകാലങ്ങളിലെ ആളുകൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകളോട് ചോദിച്ചു വഴി കണ്ടുപിടിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. Once a person, when he used Google Map, afterwards he will use Google Map only. അവൻ ഗൂഗിൾ മാപ്പ് മാത്രമായിരിക്കും യൂസ് ചെയ്യുക. വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എററുകളൊക്കെ അതിന് പലപ്പോഴും വരാറുണ്ട്, ചില ഘട്ടങ്ങളിലൊക്കെ മിസ്ലീഡ് ചെയ്യാറുണ്ട്. എന്നാൽ പോലും it's a 99% it's a perfect data product. Okay, then being a data science is inherently interdisciplinary. Data scientist ഒരു interdisciplinary person ആണ്. അത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. He should be very well in maths and stats, and as well as he will be very good in coding, and if we know some computer programming, the Python and R programming. Maybe mathematics and statistics students are very well on most of the people are very well on Python or R programming. But don't worry, if anybody don't know about Python, there are many platforms that are available to they will freely teach you Python. In YouTube also there are more videos and courses that are available about Python. Better you people have to go through the Python programming and the basics of the Python programming. That will help you to be a very good data scientist. Okay, and just I will be skipping these things. If we have time, that these things we can discuss. And just John Wallis of CloudTrust says it's well. A data scientist is a person who is better at statistics than any software engineer, and better at software engineering than any statistician. ഒരു ഡാറ്റ സയന്റിസ്റ്റ് നല്ല സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആയിരിക്കും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെക്കാളും, അതേസമയം നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കും ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യനെക്കാളും എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വേർഡാണ്. അതേസമയം if you are very well on mathematics and statistics, you can be a computer programming is very simple in case of such peoples, because the peoples that I mentioned you just before, they are very well on mathematics. They taught the Wipro and RMS risk management solution taught and gave them expert training on a particular programming or something, and through that they can develop themselves. That is why they say a good data scientist will be adept at managing volume, not just technically in databases, but by building algorithm to make intelligent use of the size of the data as efficiently as possible. അല്ലെ, ലോകത്ത് ഒരുപാട് ഡാറ്റാസ്, പർട്ടിക്കുലർ ഡാറ്റാസ് ഏതൊരു വിഷയത്തിൽ എടുത്തു കഴിഞ്ഞാലും there is a huge bundle of raw data are available. ആ വലിയ ബണ്ടിൽ ഓഫ് റോ ഡാറ്റാസിനെ വളരെ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ അകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യും, എ വെരി ഗുഡ് ഡാറ്റാ സയൻസ് വിൽ ഹാവ് എ വെരി ഗുഡ് prediction about his results, and he is optimizing to reach his results, his predicted results, by using the available data. അദ്ദേഹത്തിന്റെ കയ്യിൽ അവൈലബിൾ ആയുള്ള ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട്
വളരെ predicted ആയിട്ടുള്ള ഒരു പോസിറ്റീവായ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു by building algorithms and the size of data without affecting the size of data, he will generate an efficient results. How by using this data, what the things can this company or this business firm or some other firm can generate, and how it will be affect this firm is positively, that they can give a very good picture to his stakeholders, especially for business or some other firms. They are tackling things for them. ഏത് ഫേമിന് വേണ്ടിയാണോ അവർ ഇത് ജനറേറ്റ് ചെയ്യുന്ന ആ ഫേമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എഫിഷ്യന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഹ്യൂജ് ബണ്ടിൽ ഓഫ് ദി ഡാറ്റാസിനെ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്തുകൊണ്ട് ആ സ്ഥാപനത്തിന് എഫക്റ്റീവായ രീതിയിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റുകള്, അതുപോലെ തന്നെ അതിന്റെ ഒരു പ്രോഗ്രസ്സിന്, ഇപ്പൊ ഈവൻ സെയിൽസ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ഏറ്റവും വലിയൊരു സാധനം നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്ത്, നമ്മളുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആമസോൺ, ആലിബാബ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ കാര്യങ്ങൾ, സ്ഥാപനങ്ങൾ. നിങ്ങൾ നോക്കി നോക്കുക, ഈ ഒരു ആമസോൺ, ആലിബാബ, ഫ്ലിപ്കാർട്ട് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് അവിടെ കയറി വരുന്ന കുറെ പ്രോഡക്ട്സുകൾ ഉണ്ടാവും. ആ പ്രോഡക്ട്സുകളല്ല എന്റെ സ്ക്രീനിൽ വരുന്നത്, അതല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും വരുന്ന പ്രോഡക്റ്റ് അല്ല മറ്റൊരാൾക്ക് വരുന്നത്. ദാറ്റ് ഈസ് ബൈ യൂസിങ് machine learning and artificial intelligence sense, the Amazon and Flipkart or Alibaba experienced the system and their software what the Nishad thinks. എന്താണ് നിഷാദിന്റെ ചിന്തകളെന്നും ഏത് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ആണ് നിഷാദ് കൂടുതലായിട്ട് സെർച്ച് ചെയ്യാറുള്ളതും ആ ഒരു എന്റെ ടേസ്റ്റിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്റെ സ്ക്രീനിൽ വരുന്നു. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ സ്ക്രീനിൽ വരുന്നു. അത് സ്വാഭാവികമായിട്ട് നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് റാക്കിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതും നമ്മൾ സൂപ്പർ മാർക്കറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ കാണുന്ന സമയത്ത് നമ്മൾ ആ റാക്കിൽ നിന്ന് പിക്ക് ചെയ്യുന്ന പോലെയാണ് ആമസോണും ഫ്ലിപ്കാർട്ടും എന്ത് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ടേസ്റ്റിനും നിങ്ങളുടെ മൈൻഡിനെയും റീഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റിനെ എന്ത് ചെയ്യുന്നു അവരവരുടെ സ്ക്രീനിൽ എത്തിക്കുന്നു. That is the efficiency of a very good data scientist. Okay, data science നെ കുറിച്ച് പറയുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഡാറ്റ സയന്റിസ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് വേർഡ്സ് ആണ് the prediction and forecast. A data science is about making prediction and forecast. There is a difference between these two. അല്ലെ, പ്രഡിക്ഷനും ഫോർകാസ്റ്റും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് എന്തായിരിക്കും വളരെ സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും വളരെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഇതിനകത്തുണ്ട്. The statistician economist Paul Saffo has suggested that prediction aims to identify one outcome, whereas forecast encompasses the range of outcome. Prediction ഒരു സിംഗിൾ ഔട്ട്കം ആണെങ്കിൽ ഫോർകാസ്റ്റ് എൻകോംപാസ് ചെയ്യുന്നത് ഒരു റേഞ്ച് ഓഫ് ഔട്ട്കംസ് ആണെന്ന് പറയുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ പറയുന്നതോടുകൂടെ നമുക്ക് വളരെ അധികം ക്ലിയർ ആവും. To say that it will rain tomorrow is to make a prediction. അല്ലെ, നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതിന് ഒരു prediction ആയിട്ട് നമ്മൾ പറയാം. But to say that the chance of rain is 40%, അല്ലെ, നാളെ മഴ പെയ്യാനുള്ള ഒരു സാധ്യത 40% ആണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ that shows a range. That is implying that chance of no rain is 60% is to make a forecast. അല്ലെ, 40% മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് കാലാവസ്ഥയുടെ ആള് പറയുന്ന സമയത്ത് 60% മഴ പെയ്യാതിരിക്കാനുള്ള സാധ്യത നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ പ്രഡിക്ഷൻ പറയുന്നത് ഇറ്റ് വിൽ ബി റെയിൻ ടുമോറോ. അപ്പൊ നമ്മള് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതേസമയം നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ റേഞ്ച് ലഭിക്കുന്നു, 40% മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കുറച്ചും കൂടി നമ്മൾ സംബന്ധിച്ചിടത്തോളം മുൻപൊക്കെ എന്താ, മഴ ലഭിക്കാതിരിക്കാൻ 60% സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് പ്രവൃത്തികൾ ചെയ്തു തുടങ്ങാൻ പറ്റും. Oh, that is the difference between the prediction and forecast. We make weather forecast, not prediction. Predictions are the statements of great centrality, whereas forecast exemplify the range of uncertainty. അല്ലെ, പ്രഡിക്ഷനെ വളരെ സെൻട്രാലിറ്റി ഉള്ള കാര്യങ്ങളാണ് നടത്തുന്നതെങ്കിൽ ഫോർകാസ്റ്റ് എക്സിംപ്ലിഫൈ ചെയ്യുന്നത് ഒരു റേഞ്ച് ഓഫ് സെൻട്രാലിറ്റി ആണ്, as we discussed just before. The term predictive analytics is a
misnomer, for its goal is to make a forecast, not mere prediction. Okay, now we can leave that all things that are the terms are used by data scientists. And again, I repeat, what is a data science? നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. വാട്ട് ഈസ് എ ഡാറ്റ സയൻസ്? ഫോർ വാട്ട് ക്വസ്റ്റ്യൻസ് ദ ഡാറ്റ സയന്റിസ്റ്റ് ക്യാൻ ഗിവ് ആൻസർ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഏറ്റവും എഫിഷ്യന്റ് ആയുള്ള ഡാറ്റ സയന്റിസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആളാണ്. ബേസ്ഡ് ഓൺ ദ ഡാറ്റ, ആൻഡ് ഹി വിൽ generate a very useful insight that useful for the society or some firms or business firms or some other social ventures, anything, whatever it might be, what they need for that they are working. So just വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ റേസ് ചെയ്യുന്നത്. ഡാറ്റ സയൻസ് ക്യാൻ ആൻസർ എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വിച്ച് വ്യൂസ് ലൈക്ക് ദ സെയിം കൈൻഡ് ഓഫ് ടി വി ഷോസ്. അല്ലെ, ടി വി ഷോസ് നമ്മൾ കാണിക്കുന്ന സമയത്ത് ടി വി ഷോസിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള അവരുടെ റവന്യൂ ഇൻകം എന്ന് പറയുന്നത് അവരുടെ പരസ്യത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഞാനൊരു ഫേം നടത്തുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു ടി വി ഷോയിലേക്ക് ഒരു ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു ആഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഏത് കൈൻഡ് ഓഫ് വ്യൂവേഴ്സ് ആണ് ആ ടി വി ഷോ കൂടുതലായിട്ട് കാണുന്നത്, ആ ഒരു ഇവാലുവേഷൻ അനുസരിച്ചായിരിക്കും ഒരു സ്ഥാപനം നടത്തുന്ന ആളെന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു ആഡ് അതിൽ പ്ലേസ് ചെയ്യാം. അതേസമയം തന്നെ ഒരു ആ ടി വി ചാനൽ നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് വിച്ച് കൈൻഡ് ഓഫ് ഓഡിയൻസ് വി ഹാവ്, ഏത് കൈൻഡ് ഓഫ് ഓഡിയൻസ് ആണ് അവർക്കുള്ളതെന്നും, ഏറ്റവും കൂടുതൽ ഓഡിയൻസിനെ അക്വയർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ടി വി ഷോ ജനറേറ്റ് ചെയ്യണമെന്നും, അതാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് കൂടുതൽ പോപ്പുലാരിറ്റി ലഭിക്കുന്നതെന്നും, അതോടൊപ്പം തന്നെ അതിലാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയുകയെന്നും എന്ത് ചെയ്യും, അവർക്ക് ഒരു ഇത് ഇൻസൈറ്റിലേക്ക് വരാനും അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനും വളരെ പോപ്പുലർ ആയിട്ടുള്ള ചാനലായിട്ട് മുന്നോട്ട് വരാനും സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു കമ്പാരിസൺ നടത്തണമെങ്കിൽ തന്നെ നിങ്ങൾ പറഞ്ഞ യൂട്യൂബിൽ പോയാൽ മതി. നമ്മളുടെ ഒരുപാട് ടി വി ചാനലുകളുടെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ടി വി ചാനലുകളൊക്കെ വ്യൂ ചെയ്യുന്ന വ്യൂവേഴ്സിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്യൂബിലൂടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ അതിനകത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ചാനലിലും സബ്സ്ക്രൈബേഴ്സിന് കിട്ടും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിനായിരുന്നു കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത്. There are some particular program for TV channels. ഈ ടി വി ചാനലിന്റെ ചില പെർട്ടിക്കുലർ പ്രോഗ്രാംസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചില കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവും, ചിലതിന് വളരെ ലോ വ്യൂവേഴ്സ് ആയിരിക്കും, കുറഞ്ഞ നമ്പർ ഓഫ് വ്യൂവേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ബൈ യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് ഡാറ്റ സയൻസ് they can do such things. Which route should my vehicle take so that I reach faster? അല്ലെ, നമ്മള് നേരത്തെ പറഞ്ഞ ഗൂഗിൾ മാപ്പിന്റെ കോൺസെപ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു യാത്ര പോകുന്നെങ്കിൽ ഏത് റൂട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാലാണ് എന്റെ ബൈക്കിൽ വളരെ കംഫർട്ടായിട്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് എന്റെ ഡെസ്റ്റിനേഷനിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം, സിംഗിൾ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ സമയത്തിന് ആവശ്യം. അതേസമയം തന്നെ സ്ഥിരമായിട്ട് ഒരു റൂട്ട് ഡിസൈൻ ചെയ്യാണ് ഒരു മാർക്കറ്റിംഗ് വിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവര് റൂട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റൂട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും, അത് വലിയ ഒരു ചേഞ്ച് അവരുടെ റവന്യൂവിലും എക്സ്പെൻസിലും അവർക്ക് ഉണ്ടാക്കുന്നതാണ്. സോ ദാറ്റ് ഇസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് വിൽ ദിസ് പി സി, ഞാനൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, വിൽ ദിസ് പി സി ഫെയിൽ ഇൻ ദ 4 years, yes or no? അല്ലെ, എന്റെ കയ്യിലുള്ള പി സി ഒരു 4 വർഷമൊക്കെ നിൽക്കുന്നത്, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ പേഴ്സണൽ മാറ്ററാണ്. അതേ സമയം ഡെല്ലിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ലെനോവയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിപ്രോയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ആസ്യൂസിനെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ലാർജ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ ആണ്. So if their data scientist wing can give a very good answer to them, that will helpful for their business. Who will win this election? അല്ലെ, ഈ വരുന്ന ഇലക്ഷനിൽ ആരായിരിക്കും വിൻ ചെയ്യാന്നുള്ള ഒരു ഇവാലുവേഷൻ നടത്താൻ ഡാറ്റ സയന്റിസ്റ്റ് സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം that is worked in US election as well as in UK election, even in Indian election also it is used. That the data scientists have done a very major role. അത് നമ്മൾ പറഞ്ഞു പോവുകയുടെ ഒരുപാട് പറയാനുണ്ടായിരുന്നു. നമ്മളുടെ
വിഷയത്തിന്റെ റെലവൻസിനെ കെടുത്തുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിലേക്ക് പോവാതെ they are using the peoples are using data scientists even to analyze who will win the upcoming election. അല്ലെ വേൾഡിലെ എല്ലാ രാഷ്ട്രങ്ങളുടെയും ഇലക്ഷൻ പ്രോസസ്സിൽ ഡാറ്റ സയന്റിസ്റ്റുകളുടെ റോള് ഭയങ്കര വലുതാണ്. And nowadays, most of the leading political parties are appointed many data scientists also to evaluate to generate their image. അല്ലെ അവരുടെ ഒരു ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു റീച്ച് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഡാറ്റ സയന്റിസ്റ്റിന്റെ സേവനം ഒരുപാട് ലോകത്തിൽ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യാറുണ്ട് വലിയൊരു പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യിക്കുന്നുണ്ട്. Now, a data science or data driven science is about, as I said you before, just നേരത്തെ നമ്മൾ പറഞ്ഞത് വളരെ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനൊരു 3 പോയിന്റ് ആക്കിയിട്ട് വളരെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ അവതരിപ്പിക്കുകയാണ്. ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്പ്ലോറിംഗ് ദ ഡാറ്റ. ഒരു ഏറ്റവും നല്ല ഡാറ്റ സയന്റിസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് asking the right questions and exploring the data. Modeling the data using various algorithms. അല്ലെ ഡിഫറെന്റ് ആയിട്ടുള്ള അൽഗോരിതംസ് ഡാറ്റയ്ക്ക് ഫിറ്റ് ആവുന്ന രീതിയിൽ പ്രഡിക്ഷൻ ചെയ്ത ആൻസറിലേക്ക് അതല്ലെങ്കിൽ എന്താണോ ആ ഡാറ്റയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്ക് അനലൈസ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് അതിനകത്ത് നിന്ന് മോഡൽ ചെയ്യാവുന്ന അൽഗോരിതംസ് ബൈ യൂസിങ് ദ മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്. ഫൈനലി communicating and visualizing the results. By using this, he is a data scientist asking a right question to him or about data and exploring the data, and he will model by using the mathematical and statistical modeling concepts, and finally he communicating and he got a very useful results, and finally he will communicate what he found from the given data, from the available data, and what he visualized from it, that he will communicate to the team who is the major stakeholder, who is the beneficiary about such data. ആ സ്പെസിഫിക് ആയുള്ള ഡാറ്റയുടെ ബെനിഫിഷ്യറിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോടുകൂടെ അതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാതെ. So what are the prerequisites to be a very good data scientist? The first one is machine learning. We all are very familiarly heard about machine learning. Machine learning is the backbone of the data science. ഞാൻ യൂട്യൂബിലെ ഞാൻ ഇങ്ങനെ ഒരു ഘട്ടത്തില് ഡാറ്റാ സയൻസിനെ കുറിച്ച് റിസർച്ചിങ് നടത്തി. എൻ്റെ ഈ ടോക്കിന്റെ സമയത്ത് ഞാൻ എന്ത് ചെയ്തു പല ഘട്ടങ്ങളിലായിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ഞാൻ കൂടുതൽ സെർച്ച് ചെയ്തത് ഡാറ്റാ സയൻസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഡാറ്റാ സയൻസിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ യൂട്യൂബ് ഓപ്പൺ ആക്കുന്ന സമയത്ത് എൻ്റെ സ്ക്രീനിൽ ആദ്യം വരുന്നത് ഡാറ്റാ സയൻസിന്റെ വീഡിയോസ് ആയിരുന്നു. അതുപോലെ തന്നെ ഡാറ്റാ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്, കോഴ്സുകൾ, അതായത് PG ഡിപ്ലോമ ഇൻ ഡാറ്റാ സയൻസ് കൊടുക്കുന്ന, അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡാറ്റാ സയൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഡാറ്റാ സയൻസ് കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ഞാൻ കാണുന്ന മിക്കവാറും യൂട്യൂബ് വീഡിയോയുടെയും ഫസ്റ്റ്ലി എന്ത് ചെയ്യുന്നു എക്സിബിറ്റ് ചെയ്യാൻ തുടങ്ങി. So that is because of machine learning. By using the concept of machine learning, the YouTube is powerfully working what I need, what I am searching now in my present situation, that they analyzed, that the YouTube videos and the artificial intelligence machine learning concepts are understood what the Nishad needs now. എന്താണ് നിഷാദിന് ഈ സമയത്ത് വേണ്ടതെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവർ ആ രീതിയിൽ എക്സിബിറ്റ് ചെയ്യുന്നത്. സോ മെഷീൻ ലേണിംഗ് ഇസ് എ വെരി പവർഫുൾ തിങ്സ് ഇൻ കേസ് ഓഫ് ഡാറ്റാ സയൻസ്, ആൻഡ് ഇറ്റ് ഇസ് വൺ ഓഫ് ദ മെനി വേസ് ഓഫ് ഡാറ്റാ സയൻസ് യൂസസ് ടു ഫൈൻഡ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. അല്ലെ, ഒരുപാട് വേസ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരു വേ മാത്രമാണ്. നെക്സ്റ്റ് വൺ ഇസ് very important one, mathematical modeling. As I said you earlier, as you are a mathematician or a statistician, this is very important. The mathematical models can extremely helpful to make fast calculation and prediction from what you know of your data. ഈ മാത്തമാറ്റിക്കൽ മോഡലിങ്ങിന്റെ ഭാഗം വളരെ കുറച്ച് ഭാഗങ്ങൾ നമ്മളുടെ നിങ്ങൾക്ക് ഐഡിയ കിട്ടാനായിട്ട് എന്ത് ചെയ്യും, ഞാൻ ഈ ടോക്കിന്റെ അവസാന പാർട്ടിലായിട്ട് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എങ്ങനെയാണ്, മാത്തമാറ്റിക്സ് എങ്ങനെയാണ് ഡാറ്റാ സയൻസിന് ഇൻവോൾവ് ചെയ്യുക എന്നുള്ള ലൈറ്റനിങ് ആണ്
നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടും അതിനെ ഇൻഡെപ്തിൽ പോയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസന്റ് ചെയ്യാൻ സ്റ്റാർട്ടിംഗ് ടൈമിൽ പരിമിതികളുണ്ട്. ബട്ട് ജസ്റ്റ് ഐ വിൽ ട്രൈ ടു ഡ്രൈവ് യു ത്രൂ some concept of mathematics that is used in the development and study of the data science and the applications of the data science. Okay, next one is very important one is statistics. Statistics is the foundation to data science, and it is used to extract the knowledge and obtain better results from the data. It is used to extract knowledge and obtain better results from the data. That is very important. And most of the, I told you before itself, a data scientist and data analyst have a little difference. As I said to you, like that, a data analyst always using the tools, statistical tools. Okay, and then next one is computer programming. You should you should know at least one programming language, that is preferably Python or R programming for data modeling. അല്ലെ, നിങ്ങൾക്ക് ഡാറ്റ മോഡലിംഗിന് ഉപയോഗിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന പല യൂണിവേഴ്സിറ്റികളും ഡിഗ്രിയിലും പി ജിയിലും എന്ത് ചെയ്യുന്നുണ്ട്, മാത്തമാറ്റിക്സിനോട് കൂടെ പൈത്തൺ പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ മേജർ സബ്ജക്റ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ എന്തായിരിക്കാം നിങ്ങളുടെ എലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ടെങ്കിലും പൈത്തൺ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈത്തൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഇന്ന് ഒരുപാട് സാധ്യതകളുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാനും വളരെ എളുപ്പമുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പൈത്തൺ പഠിക്കണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ഡാറ്റാബേസസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. The discipline of querying databases teaches to ask a better question as a data scientist. As I said to you earlier, a data scientist will raise a right question about data. If we have very good databases, he can ask very efficient and active questions related to such data, and he can model by using mathematics and statistics, and by using computer programming, Python, and he can analyze this, and he will be reaching a very good results related to the data that is available with him. ആ ഡാറ്റ എന്താണോ അയാളുടെ കയ്യിൽ അവൈലബിൾ ആവുന്നത് അത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ട് who are his stakeholders, ആരാണോ അദ്ദേഹത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവർക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള അവരുടെ ഏതാണോ മേഖല അവർ പ്രവർത്തിക്കുന്നത് അതിന്റെ എഫിഷ്യന്റ് വർക്കിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡാറ്റയിൽ നിന്ന് അദ്ദേഹം ജനറേറ്റ് ചെയ്ത് വെച്ച റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്കത് വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. വാട്ട് ഡസ് എ ഡാറ്റ സയന്റിസ്റ്റ് ഡു? അഗൈൻ ഇത് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു പോയ കാര്യങ്ങളാണ്. എന്നാൽ പോലും ഒരിക്കൽ കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, അത് ജസ്റ്റ് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഡാറ്റാ സയന്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ റിയൽ വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റോ ഡാറ്റാസ് അവൈലബിൾ ആണ്. സോ ആ റോ ഡാറ്റാസ് അവൈലബിൾ ആകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അതിനെ പ്രോസസ് ചെയ്യുന്നു, ഡാറ്റാസിനെ ക്ലീൻ ചെയ്യുന്നു. By processing data and by cleaning data, and he process and analyze the data, and he changed the data into a meaningful data. By analyzing and processing this data, he generates a meaningful data from that data sets. By using the mathematics and statistics and programming, he will get a useful insight that he will share to his stakeholders. As I said to you earlier, he will share to his stakeholders. Okay, now just we are comparing a very slightly little difference between data scientists and data analytics. And ലോകത്ത് വർക്ക് ചെയ്യുന്ന ഡാറ്റ അനലിസ്റ്റുകളായിട്ടും അതുപോലെ തന്നെ ഡാറ്റ സയന്റിസ്റ്റുകളായിട്ടും വർക്ക് ചെയ്യുന്നവർ, അതിനകത്തുനിന്ന് ഡാറ്റ സയന്റിസ്റ്റിന് കിട്ടുന്ന സാലറിയെക്കാളും സംവാട്ട് ലിറ്റിൽ ആണ് എന്ത് ചെയ്യുന്നത്, കുറച്ചിട്ടാണ് അവർക്ക് കിട്ടുന്നത് ഡാറ്റ അനലിസ്റ്റിന് കിട്ടുന്നത്. സോ ഡാറ്റാ സയൻസ് എന്ന് പറയുന്ന ഒരു ബ്രോഡ് ഏരിയയാണ്. ആ ബ്രോഡ് ഏരിയയുടെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആയിട്ട് ചില ഘട്ടങ്ങളിൽ നമുക്ക് ആരെ കണക്കാക്കാൻ പറ്റും, ഡാറ്റ അനലിറ്റിക്സിന് കണക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ബോത്ത് ഓഫ് ദീസ് ആർ ഡിഫറെന്റ് തിങ്സ്. ഡാറ്റ സയൻസും ഡാറ്റ അനലിറ്റിക്സും എന്താണ്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ എ ഡാറ്റ സയൻസ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡ് ഫോക്കസ്ഡ് ഓൺ ഫൈൻഡിങ് ആക്ഷനബിൾ ഇൻസൈറ്റ്.
from the large set of raw and structured data. Okay, that is very important. Data science multidisciplinary field ആണെന്നിരിക്കെ തന്നെ എന്ത് ചെയ്യുന്നു അതിന്റെ യൂസ്ഫുൾ ഫോക്കസ്ഡ് ഫൈൻഡിങ് ആക്ഷനബിൾ ഇൻസൈറ്റ് അവർ ഫോം ചെയ്യുന്നത് ലാർജസ്റ്റ് സെറ്റ് ഓഫ് റോ ആൻഡ് സ്ട്രക്ചർഡ് ഡാറ്റയിൽ നിന്ന് വരുന്നത്. ബട്ട് ഡാറ്റ അനലിറ്റിക്സ് ഫോക്കസ് ഓൺ പ്രോസസ്സിംഗ് ആൻഡ് പെർഫോമിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓൺ എക്സിസ്റ്റിംഗ് ഡാറ്റാ സെറ്റ്സ്. നിങ്ങളുടെ കയ്യിൽ ക്ലീൻഡ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡാറ്റാ സെറ്റ്സിലാണ് എന്ത് ചെയ്യുന്നത് ഡാറ്റ അനലിസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. A data scientist's main goal to ask questions to locate professional avenues of study which less concern for specific answers and more emphasis placed on finding the right question to ask. എൻ്റെ ഈ ടോക്കിലുടനീളം നമ്മൾ പലപ്പോഴും ഡാറ്റാ സയന്റിസ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യമാണ് എന്താണ് റൈറ്റ് ക്വസ്റ്റ്യൻ ടു ആസ്ക്. തീർച്ചയായിട്ടും ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും ആര് ഡാറ്റാ സയന്റിസ്റ്റ്. റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതോടുകൂടെ തന്നെ അദ്ദേഹത്തിന്റെ മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടേഷണൽ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യാൻ കഴിയണം ആ ഡാറ്റയെ അനലൈസ് ചെയ്തുകൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ട് ആ ഏതാണോ അദ്ദേഹത്തിന്റെ സ്റ്റേക്ക് ഹോൾഡർ, വെദർ ഇറ്റ് ഈസ് ബിസിനസ് ഓർ ഫാർമസ്യൂട്ടിക്കൽ ഓർ സർവീസ് സെക്ടർ ഏതായിക്കോട്ടെ, ആ സെക്ടറിലേക്ക് അദ്ദേഹത്തിന് വളരെ പ്രോഗ്രസീവായ ഡെവലപ്മെന്റിന് സപ്പോർട്ടീവ് ആവുന്ന ഒരു ഇൻഫർമേഷൻ അതല്ലെങ്കിൽ ഒരു റിസൾട്ട് കൈമാറാനുണ്ടാവും. അത് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് you will be a very good data scientist. But analysts concentrate creating method to capture, process and organize the data, uncover actionable insight for the current problems and establishing the best way to present this data. Okay, this all things are related to data science and data analysis. And data science is an umbrella term for group of fields that are used to mine large data sets. But data analytics is more focused version, which can be considered part of a larger process. See, this I'm skipping these slides that if we have time, we can discuss. If I will be stick on these all things, maybe it will be lost our time to presenting mathematics side. That is why just I'm skipping these things. We have time that we can discuss. Okay, innovation and experimentation. Just data science is about new ideas and approaches. It merges new concepts with a fresh algorithm. അല്ല നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് ഇന്നോവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷന്റെ ഭാഗത്ത് നമുക്ക് ഏറ്റവും അധികം ലോകത്തിലെ വലിയ ഫേസ്ബുക്ക് പോലത്തെ ഗൂഗിള് പോലത്തെ സ്ഥാപനങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് എ ബി ടെസ്റ്റിംഗ്, which is nothing but online implementation of real-time focus group. That is, different subsets of users exposed to A and B stimuli respectively, and the responses are measured and analyzed. എ ബി ടെസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പുകളെ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എ ബി ടെസ്റ്റിംഗ്. ഈ എ ബി ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ബക്കറ്റ് ടെസ്റ്റിംഗ് എന്ന് വിളിക്കുന്ന ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് കമ്പയറിംഗ് ടു വേർഷൻസ് ഓഫ് വെബ് പേജ് ഓർ ആപ്പ് against each other to determine which one perform better. ഏത് വെബ് പേജ് ആണ് ഏത് ആപ്ലിക്കേഷൻ ആണ് വളരെ ആക്റ്റീവ് ആയിട്ട് നന്നായി പെർഫോം ചെയ്യുന്നത് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് എ ബി ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ബക്കറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എ ബി ടെസ്റ്റിംഗ് is essentially an experiment where two or more variants of page are shown to users at random, and statistical analysis is used to determine which variation perform better for given conversion goal. അല്ലെ, നിങ്ങളുടെ കയ്യിൽ ഡിഫറെന്റ് വെബ് പേജുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ട് യൂസേഴ്സിന് സപ്പോർട്ടീവ് ആയിട്ട് പെർഫോം ചെയ്യുന്ന വെബ് പേജ് ഏതാണോ നമ്മൾ കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റിംഗ് ആണ് എ ബി ടെസ്റ്റിംഗ്. ഇറ്റ് ഈസ് ടെസ്റ്റിംഗ് ഫോക്കസ്ഡ് ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ടൂൾസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മാത്തമാറ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് ആണ്. ജസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അതായത് കുറച്ച് പഴയ ഡാറ്റയാണ് ഞാൻ ഈ പറയുന്നത്. അത് 2011 ഗൂഗിൾ എന്ത് ചെയ്തിട്ടുണ്ട്,
7,000 AB ടെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വെബ് പേജുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ കാണുന്ന ഒരു വെബ് പേജ് പോലെ ഒരു സംവിധാനമുണ്ട്, മൈക്രോസോഫ്റ്റ് ബിങ് അല്ലെ. മൈക്രോസോഫ്റ്റ് ബിങ് പെർഫോംസ് മോർ ദാൻ 1,000 ടെസ്റ്റ് പെർ മന്ത് അല്ലെ. 1000-ലധികം AB ടെസ്റ്റിംഗ് ഒരു മാസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് ബിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വെബ് പേജിനെയും കമ്പയർ ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വെബ് പേജ് ആണ് അവരുടെ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മൾട്ടിനാഷണൽ ഇതുപോലത്തെ ഗൂഗിൾ പോലത്തെ എല്ലാ സംരംഭങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ AB ടെസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു, ആമസോൺ ഉപയോഗിക്കുന്നു, അതുപോലെ നെറ്റ്ഫ്ലിക്സ് ഉപയോഗിക്കുന്നു. ആൻഡ് ഓൾ ദ ലീഡിംഗ് ഫേംസ് ആർ യൂസിങ് ദിസ് AB ടെസ്റ്റിംഗ്. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇത്രയാണ് അതിനെ ഫോക്കസ്ഡ് ആയിട്ട് പറയാനുള്ളത്. ബാക്കി നമ്മൾ സമയം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. Now we move to our major part, the role of our maths in data science. Okay, ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു 5 പാർട്ടുകൾ ഞാൻ ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. The first one is linear algebra. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ എല്ലാവരും ഏകദേശം 5th സെമസ്റ്ററിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ലീനിയർ ആൽജിബ്രയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ ലീനിയർ ആൽജിബ്രയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള മെട്രിക്സിനെ കുറിച്ച് നിങ്ങളുടെ +2 സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിക്സ് ഹയർ സെക്കൻഡറി സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് നിങ്ങൾ പല ഘട്ടങ്ങളായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. നൗ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആൻഡ് ദെൻ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, ന്യൂമറിക്കൽ അനാലിസിസ്. I think you all are very familiar about these 5 things, and maybe some of you are a little bit aware about something, especially about linear algebra and numerical or discrete maths. But these are all very simple and interesting parts of mathematics, and as well as these things. Most of the times when I was taught in my +2 standards or some other classes, sometimes some students are asking to us for what we need to study mathematics. മാത്തമാറ്റിക്സ് പഠിച്ചിട്ട് എന്താ കാര്യം നമ്മളോട് ചോദിക്കാറുണ്ട്. പലപ്പോഴും മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും നമ്മൾ പല രീതിയിലും കുട്ടികളെ കൺവിൻസ് ചെയ്യാനും നമ്മൾ അതിനു വേണ്ടിയുള്ള മറുപടികളൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും പല ഘട്ടങ്ങളിലും വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാറില്ല, ചില കാര്യങ്ങളിലൊന്നും സാറ്റിസ്ഫൈഡ് ആവാറില്ല. പക്ഷേ മാത്തമാറ്റിക്സ് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, those who know mathematics, they are not using the mathematics. Those who don't know mathematics, they are using mathematics regularly നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാത്തമാറ്റിക്സ് അറിയുന്ന വിദ്യാർത്ഥികളെ സ്റ്റാറ്റിസ്റ്റിക്സും പ്രോഗ്രാമിങ്ങിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചെയ്താൽ you will be a very good data science, a globally acceptable data science. That I can say you will be a globally acceptable data science. കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ആയതുകൊണ്ട് ലീനിയർ ആൽജിബ്ര എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഫോക്കസ് ചെയ്താണ് നമ്മൾ സംസാരിക്കുകയെങ്കിലും നിങ്ങളുടെ ഒരു കൺവീനിയൻസിന് കൂടി വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ മനസ്സിലാക്കുന്ന കൂടുതലും 5th സെമസ്റ്ററിലെ വിദ്യാർത്ഥികളാണ്, അതല്ലെങ്കിൽ അതിന് താഴെയുള്ള കുട്ടികളാണ് ഇതിൽ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാത്തമാറ്റിക്സ് ആണ് ഞാൻ ഇതിൽ പറഞ്ഞു പോകുന്നത്. ആക്ച്വലി ഇതിലെ മുഴുവൻ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം നമ്മൾ എന്തൊക്കെയാണ് മാത്സ് അതിൽ പറഞ്ഞു പോകുന്നതെന്നാണ് നമ്മൾ അതിനകത്ത് ജസ്റ്റ് സൂചിപ്പിച്ചു പോകുന്നത്. ലീനിയർ ആൽജിബ്ര covers various and diverse data science algorithms and application. We have കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയും. We have categorized this application into various fields. Basic machine learning, and next one is dimensional reduction, and NLP, natural language processing, and computer vision. ഈ മേഖലയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലീനിയർ ആൽജിബ്രയുടെ കോൺസെപ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഈ സ്ലൈഡ് ഞാൻ സ്കിപ്പ് ചെയ്തു പോകുന്നു. Now we can come to here. Okay, the motivation, why should we learn metrics? അല്ലെ, ഞാൻ പറഞ്ഞു മെട്രിക്സ് ലീനിയർ ആൽജിബ്രയിൽ നമുക്ക് കടക്കാനുള്ള ഒരു വാതിലാണ് എന്ത് മെട്രിക്സ്. ഒരുപാട് ലീനിയർ ആൽജിബ്രയെ കുറിച്ച്, ലീനിയർ ആൽജിബ്രയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വെക്ടർ സ്പേസ്, ഫീൽഡ്, അതുപോലെ ഡയമെൻഷൻ, ഇങ്ങനത്തെ കോൺസെപ്റ്റുകളൊക്കെ പറഞ്ഞ് റാങ്ക് നള്ളിറ്റി ഒക്കെ പറയുന്ന സമയങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവിടെയൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് മെട്രിക്സ്. സോ നമ്മളിതിനകത്ത് വാട്ട് ഡു യു സീ വെൻ യു ലുക്ക് അറ്റ് ദിസ് ഇമേജ്, നിങ്ങൾ ഈ പിക്ചർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും.
അതിനകത്ത് തന്നെ ഒരു ഫ്ലവർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഫ്ലവറിനോടനുബന്ധിച്ച് ലീവ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഫ്ലവറിൽ എന്താണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലവറിന് ഒരു കളർ ഉണ്ട്, അതുപോലെ തന്നെ ലീവ്സിന്റെ കളർ ഉണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒറ്റ നോട്ടിൽ പറയാൻ പറ്റുന്നത്. ഓക്കെ, but if I asked you to write the logic so that the computer can do the same for you, അല്ലെ? നമ്മളിപ്പോ ഈ പറഞ്ഞ് നമ്മുടെ മൈൻഡിലേക്ക് ഈ പിക്ചർ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആ പിക്ചർ എന്റെ മൈൻഡിലേക്ക് തന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്, അത് എന്റെ മൈൻഡിൽ വർക്ക് ചെയ്തുകൊണ്ട് അത് എനിക്ക് തരുന്ന റെസ്പോൺസുകളുടെ അടിസ്ഥാനത്തിലാണ് വാട്ട് ദ തിങ്സ് ഐ ക്യാൻ സീ ഹിയർ എന്ന് ഞാൻ പറയുന്നത്. ബട്ട് നമ്മൾ കാണിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, we need to write a logic so that a computer can do the same for you. ഒരു കമ്പ്യൂട്ടറിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിന് പെർഫോം ചെയ്യാൻ സാധിക്കണം എന്നാണ് നമ്മൾ പറയുന്നെങ്കിൽ it will be a very difficult task in case of us. Okay, you are able to identify the flower because the human race has gone through million years of evolution. We do not understand what goes in the background to able to tell whether the color in the picture is violet, green or black. We have to somehow train our brain to automatically perform these tasks. അല്ലെ, ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പെർഫോം ചെയ്ത് വെച്ച ടാസ്ക് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. But making a computer do the same task is not an easy task and is an active area of research in machine learning and computer science in general. But before we work on identifying attributes in image, let us ponder over a particular question. How does machine store this image? That is a very right question here we need to ask. I'm asking all you, how does a machine store this image? അല്ല, ആദ്യം നമ്മള് ആ മെഷീനിലേക്ക്, കമ്പ്യൂട്ടർ മെഷീനിലേക്ക് എങ്ങനെയായിരിക്കും ഈ ഇമേജ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള ഒരു വിഷനാണ് നമ്മളുടെ മുന്നിൽ ആദ്യം വരേണ്ടത്. സോ you are probably knows that the computers of today are designed to process only 0 and 1. അല്ലെ, ബൈനറി കോഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സ് നടക്കുന്നതെന്നെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. So how can an image such as bound with multiple attributes like color to be stored in the computer? Like the image, now this image have little attributes based on the flower and the shape of the flower and color of the flower and how the leaves were the leaf and the color of the leaves, and how can I make this figure into store this figure into computer. But maybe in case of this figure, even if it have multiple attributes, it is very less. But maybe in something that have a very large number of attributes are there, or a huge multiple attributes are there, and even though the computer have to recognize all its attributes and have to store in computer, this is achieved by storing picture intensities in a construct called a matrix. അല്ലെ, നമ്മൾ പിക്ചറുകൾ, ഇമേജസ് പറയുന്ന സമയത്ത് പിക്സലുകൾ പറയാറുണ്ട്. ഈവൻ നിങ്ങൾ ഒരു PSC എക്സാമിനേഷൻ ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റേത് എൻട്രൻസ് എക്സാമിനേഷൻ ആണെങ്കിലും അതിനകത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഇമേജസിന് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെങ്കിൽ അതിന്റെ പിക്സലുകളുടെ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ പിക്സൽ ഇന്റൻസിറ്റീസ് ഇൻ എ കൺസ്ട്രക്ട് കാൾഡ് മെട്രിക്സ്. ആ പിക്സൽ ഇന്റൻസിറ്റിയെ നമ്മൾ പഠിച്ച വളരെ സില്ലി ആയിട്ട് പഠിച്ച മെട്രിക്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത്. നിങ്ങൾ +2 സ്റ്റാൻഡേർഡിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട്, വളരെ ഇഷ്ടമുള്ള ചാപ്റ്ററുകളുടെ കൂട്ടത്തിൽ അവർ പറയാവുന്ന സാധനമാണ് മെട്രിക്സ്. വളരെ ഈസിയാണെന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പലരും പറയുന്നത്. അതിനപ്പുറത്ത് നിങ്ങളൊരു ഈസി ടാസ്ക് ആയിട്ട് കണ്ട ഈ മെട്രിക്സ്, ആ മെട്രിക്സിന് ഒരുപാട് ആട്രിബ്യൂട്ട്സിന് സ്റ്റോർ ചെയ്യാൻ കേപ്പബിൾ ആയുള്ള കമ്പ്യൂട്ടറിന്റെ ഒരു വിഷനില് അതിന്റെ ഇമേജസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു വെർഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് മെട്രിക്സ്. Then this matrix can be processed to identify colors, etc. ആ മെട്രിക്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ മെട്രിക്സ് ഉണ്ടാവും. സോ എനി ഓപ്പറേഷൻ which you want to perform on this image would likely use linear algebra and matrices at the back end.
സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രോസസ്സുകളൊക്കെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് സമയം എടുത്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യം വിത്തിൻ എ സെക്കൻഡ് ഹൗ യുവർ ബ്രെയിൻ തിങ്സ് അബൌട്ട് ഇറ്റ്, ലൈക്ക് ദാറ്റ് ദ കമ്പ്യൂട്ടർ ഷോ യു. സോ അതിന്റെയൊക്കെ ബാക്ക് എൻഡിൽ ആര് വർക്ക് ചെയ്യുന്നുണ്ട്? ലീനിയർ ആൾജിബ്രയുടെയും മെട്രിക്സിന്റെയും കോൺസെപ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. Now similarly there is a concept that is called XGBoost. അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ചിലപ്പോ. നമ്മൾ അതിനകത്ത് പറയുന്ന പല കുട്ടികളും ഇപ്പൊ നമ്മൾ ഡാറ്റ സയൻസ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്ന പല കുട്ടികളും കേട്ട നെയിം ആയിരിക്കും XGBoost എന്ന് പറയുന്നത്. So if you are somewhat familiar about with data science domain, you might have heard about the word XGBoost. It's an algorithm employed most frequently by the winners of data science competition. Data science competition പങ്കെടുത്ത ഒട്ടനവധി സ്റ്റുഡൻസോ ബാക്കിയുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു അൽഗോരിതമാണ് എന്ത് XGBoost എന്ന് പറയുന്നത്. ആ XGBoostനകത്ത് ന്യൂമറിക്കൽ ഡാറ്റാസിനെ മെട്രിക്സ് ഫോമില് സ്റ്റോർ ചെയ്യുകയും അത് എന്ത് ചെയ്യുന്നു, അതിനകത്തേക്ക് പ്രെഡിക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. It enables XGBoost to process the data faster and provide more accurate results. അല്ലെ, അങ്ങനെ മെട്രിക്സ് ഫോർമാറ്റിൽ ന്യൂമറിക്കൽ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യുകയും അത് പ്രെഡിക്ഷൻസ് നൽകുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡാറ്റാസിന്റെ വളരെ ഫാസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ തരും. Moreover, not just XGBoost but the various other algorithms use the matrices to store and process data. അല്ലെ, XGBoost ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞാണ്. ഒരുപാട് അൽഗോരിതംസ് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഈ കോൺസെപ്റ്റ് ഓഫ് മെട്രിക്സ് ഉപയോഗിക്കുന്നുണ്ട് ഡാറ്റകളെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ പ്രോസസ് ചെയ്യാനും. സോ ജസ്റ്റ് ഞാൻ മറ്റൊരു ഇതിലേക്ക് കൂടി കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റും കൂടി നമുക്ക് എന്ത് ചെയ്യാം, അവതരിപ്പിക്കാം. About another active areas of research is research in machine learning is dealing with about the text, and the most common technique employed are bag of words and term document metrics. മെഷീൻ ലേണിംഗിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ കേൾക്കുന്ന രണ്ട് ടേമുകളാണ് ബാഗ് ഓഫ് വേർഡ്സ് ആൻഡ് ടേം ഡോക്യുമെന്റ് മെട്രിക്സ്. അല്ലെ, അതൊക്കെ എന്താണ്, നിങ്ങളുടെ മെട്രിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ. As a very all these techniques are in a very similar manner store count something similar of words and in documents and store this frequency count in a matrix form to perform tasks like semantic analysis, language translation and language generation, etc. അല്ലെ, ഈ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബാഗ് ഓഫ് വേർഡ്സ്, ടേം ഡോക്യുമെന്റ് മെട്രിക്സ് ഉള്ള കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ സെമാന്റിക് അനാലിസിസിൽ, ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, ലാംഗ്വേജ് ജനറേഷൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അവിടെയൊക്കെ ഡാറ്റകളെ സ്റ്റോർ ചെയ്യുന്നതും പ്രോസസ് ചെയ്യുന്നതും മെട്രിക്സ് എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, നൗ ജസ്റ്റ് ഐ എം റെപ്രസെന്റിങ്. ഇത് വളരെ ഫെമിലർ ആണ്, നിങ്ങളെ വളരെ ചെറിയ ക്ലാസ് തൊട്ട് നിങ്ങളെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്രോബ്ലം മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് +2 ക്ലാസ്സിലും അതുപോലെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ക്ലാസ്സിലോ അതുപോലെ ഈവൻ ഫൈനൽ ഇയർ ക്ലാസ്സിലൊക്കെ LPP പറയുന്ന സമയത്തും പലപ്പോഴും ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കേട്ടൊരു പ്രോബ്ലം ആയിരിക്കും. എന്താ, സപ്പോസ് ദാറ്റ് പ്രൈസ് ഓഫ് 1 ball and 2 bat or 2 ball and 1 bat is 100 units. അല്ലെ, ഒരു ബോളിന്റെയും 2 ബാറ്റിന്റെയും പ്രൈസ് 100 യൂണിറ്റ് ആവുന്നു. അതല്ലെങ്കിൽ എന്താവുന്നു, 2 ബോളിന്റെയും 1 ബാറ്റിന്റെയും പ്രൈസ് എന്ത് ചെയ്യുന്നത് 100 യൂണിറ്റ്സ് ആണെങ്കിൽ we need to find the price of ball and bat. അല്ലെ, ബോളിന്റെയും ബാറ്റിന്റെയും പ്രൈസ് നമുക്ക് കണ്ടെത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത്, എക്സ് എന്ന് പറയുന്നത് എന്താക്കി മാറ്റുന്നത്, പ്രൈസ് ഓഫ് ബാറ്റ് ആക്കി മാറ്റുന്നു. അതുപോലെ വൈ എന്ന് പറയുന്നതിന് പ്രൈസ് ഓഫ് ബോൾ ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ can be anything depending on the situation. We need to find that is actually variables. അല്ലെ, നമുക്കറിയാം ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യം. ഐൻസ്റ്റീൻ ഇടയ്ക്ക് ആൾജിബ്ര എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു ഘട്ടത്തിൽ ഐൻസ്റ്റീൻ പറഞ്ഞു, ഞാനൊരു ഹണ്ടിങ്ങിന് പോവുകയാണ്, ഒരു വേട്ടക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ വേട്ടക്ക് പോകുന്ന സമയത്ത് ഞാനൊരു ജീവിയെ കട്ടിൽ നിന്ന് വേട്ടയാടി പിടിച്ചു.
ആ ജീവിയെ വേട്ടയാടി പിടിച്ചപ്പോൾ എനിക്ക് വളരെ അൺനോൺ ആയിട്ടുള്ള, ഞാൻ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു ജീവിയാണ് എനിക്ക് കിട്ടിയത്. സോ ഐ പുട്ട് ഇറ്റ്സ് നെയിം ആസ് എക്സ്. അതിന്റെ നെയിം ഞാൻ എക്സ് എന്ന് എടുത്തു. ഞാൻ എന്റെ നാട്ടിലേക്ക്, എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ ജീവിയെ കുറിച്ച്, ആ എക്സിന്റെ പെക്യൂലിയാരിറ്റിയെ കുറിച്ച്, അതിന്റെ ഓരോ ദിവസത്തെയും ആക്ടിവിറ്റീസിനെ കുറിച്ച്, അതിന്റെ ഓരോരോ കാര്യങ്ങളെ കുറിച്ചും, പർട്ടിക്കുലാരിറ്റിയെ കുറിച്ച്, പെക്യൂലിയാരിറ്റിയെ കുറിച്ച് ഞാൻ പഠിച്ചു. After all, I understood its actual name. That means I got the value of x. That is what is called algebra. അല്ലെ, നമുക്ക് അൺനോയിങ് ആയിട്ടുള്ള ഒരു വസ്തുതയെ സൂചിപ്പിക്കാനായിട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതിന്റെ വിവക്ഷ എത്ര മാത്രമാണ്. എക്സ് എന്നോ വൈ എന്നോ വേരിയബിൾസ് എന്നോ നമ്മൾ ലെറ്റേഴ്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും, and after processing this, after solving this, we will get the value of x. That is what is called the solution. And the concept of using the variables, the letters instead of values, that is in mathematics, for expressing the mathematical expression is called a algebra. അതിനെയാണ് നമ്മൾ algebra ബീജഗണിതം എന്ന് വിളിക്കുന്നതെന്നാണ് ഐൻസ്റ്റീൻ വളരെ രസകരമായി ഡിഫൈൻ ചെയ്തത്. So like that here x and y are variables. Okay, so let us translate this mathematical form. അല്ലെ, ഈ mathematical ഫോമിനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു ബോളിന്റെയും രണ്ട് ബോളിന്റെയും ഒരു ബാറ്റിന്റെയും പ്രൈസ് എന്ത് ചെയ്യുന്നത്, that is 2x plus y equal to 100 units. That can be treated as equation number 1. Similarly, നമുക്ക് പറയാൻ പറ്റും ഒരു ബാളിന്റെയും രണ്ട് ബാറ്റിന്റെയും വാല്യൂ എന്ന് പറയുന്നത്, that is x plus 2y is equal to 100. അല്ലെ, ഈ രണ്ട് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ലഭിക്കും? You will get the value of x and y. Now find the prices of bat and ball. We need the values of x and y such that it satisfies both the equation. That is what is called, this concept is called the system of equation that we discussed from our +2 standard onwards. Okay, satisfies both the equation. The basic problem of linear algebra is to find the value of x and y. That is the solution of set of linear equation. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഈ ലീനിയർ ആൾജിബ്ര എന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ് പറയുന്നുണ്ടെങ്കിലും അതിന്റെ ബേസുകളെല്ലാം നിങ്ങൾ വളരെ നേരത്തെ ലീനിയർ ഇക്വേഷൻസിന്റെ ഭാഗത്തുനിന്നും പല ഭാഗങ്ങളിൽ നിങ്ങൾ പഠിച്ചാണ്. ഓക്കെ, അതുപോലെ തന്നെ broadly speaking, the linear algebra data is represented in the form of linear equation. This linear equation are in turn represented in the form of matrices and vectors. അല്ലെ, ഈ ലീനിയർ ഇക്വേഷൻ, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ മെട്രിക്സിന്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് വെക്ടേഴ്സ് ഓൾസോ, ആ മെട്രിക്സിന് നിങ്ങൾ ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഐഗൻ വാല്യൂസ്, ഐഗൻ വെക്ടേഴ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലീനിയർ ഇക്വേഷൻസിനെയും മെട്രിക്സ് കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ദ നമ്പർ ഓഫ് വേരിയബിൾ ആസ് വെൽ ആസ് ദ നമ്പർ ഓഫ് ഇക്വേഷൻ may vary depending upon the condition, but the representation is the form of matrices and vectors. Okay, this what I mentioned here, these things are very familiar to us. Even these things also have a little role in the concept of the computer science or data science. These are very starting steps of this mathematics that will lead us to data science, the mathematics that is used in mathematics. ജസ്റ്റ് ഞാൻ ഈ മെട്രിക്സിനുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇപ്പോ ലീനിയർ ആൾജിബ്രയെ കുറിച്ച് നമ്മൾ പറയുന്ന വളരെ ബേസിക് ആണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, where does linear algebra fit in machine learning എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പതുക്കെ മൂവ് ചെയ്യാണ്. Okay, let us look to applicable. You will be quite familiar with the concept of the linear algebra. Okay, I'm just starting with the concept loss function. You must be quite familiar with how a model, say a linear regression model, you will get it as a model fits a given data. So you start with some arbitrary prediction function, a linear function of for a linear regression model. Linear function എന്താ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. ആ കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, use it on the independent features of the data to predict the output. അല്ലെ, ഈ കോൺസെപ്റ്റുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏറ്റവും നല്ലൊരു ഔട്ട്പുട്ടിന് വേണ്ടി പ്രഡിക്ഷന് വേണ്ടി നമ്മൾ എഴുതുന്നു. Use these calculated values to optimize your prediction function. അല്ലെ, നമ്മൾ അതിനൊരു prediction function ഉണ്ട്,
ആ പ്രഡിക്ഷൻ ഫംഗ്ഷനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു നമ്മൾ ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നിങ്ങൾ ലീനിയർ ആൾജിബ്രയിൽ കൂടുതലും ചെയ്തൊരു ഭാഗമായിരിക്കും, സോറി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നിങ്ങൾ വളരെയധികം ഉപയോഗിച്ചൊരു കോൺസെപ്റ്റ് ആയിരിക്കും ഒപ്റ്റിമൈസേഷൻ. അതേപോലെ തന്നെ നിങ്ങൾ ഡിഫറൻസിയേഷൻ പറയുന്ന സമയത്ത് മാക്സിമം മിനിമം എക്സ്ട്രീം പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. സോ ആക്ച്വലി we will optimize the prediction function for our better results using some strategy like gradient descent പോലുള്ള സ്ട്രാറ്റജികളൊക്കെ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, അതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പാർട്ടുകൾ തന്നെയാണ്. ഓക്കെ, സോ we use how can you calculate how different your prediction is from the expected output? അല്ലെ, എങ്ങനെയാണ് നമ്മളെ പ്രിഡിക്റ്റ് ചെയ്യും, ആ പ്രിഡിക്റ്റ് ചെയ്ത വാല്യൂയിലേക്ക് എന്ത് എത്തിക്കൊള്ളുന്നില്ല, നമ്മുടെ എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് എത്തിക്കൊള്ളുന്നില്ല. സോ നമ്മൾ അതിന്റെ ഒരു ഡിഫറൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ബൈ യൂസിങ് ദ ലോസ് ഫംഗ്ഷൻ. സോ ലോസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് എത്രയേ ഉള്ളൂ, ലോസ് ഫംഗ്ഷൻ is an application of the vector norm. ഈ വെക്ടർ നോം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രത്യേകിച്ച് ഫൈനൽ ഇയർ ഡിഗ്രി അണ്ടർ ഗ്രാജുവേറ്റ് ക്ലാസ്സിലുള്ളവർ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഞാൻ അതിന്റെ 1-2 എക്സാമ്പിൾസ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യും. ദാറ്റ് ഈസ് ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. Further you can work about it, and the of a vector can simply be its magnitude. Actually വെക്ടറിന്റെ നോം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ആണെന്ന് നമുക്ക് പറയാം. There are many types of the vector norms are there. അല്ല, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വെക്ടർ നോം L1 നോം ആണ്. ആ L1 നോമിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മൻഹാത്തൻ ഡിസ്റ്റൻസ് എന്ന് പറയും, ടാക്സി ക്യാബ് നോം എന്ന് പറയാം. L1 നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ distance you would travel if you went from origin to a vector if the only permitted directions are parallel to the axis of the spaces. L1 norm എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലെയിനിലോ സ്പേസിലോ ഒരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യാം. ആ ട്രാവൽ ചെയ്ത് പോകുന്ന നിങ്ങൾ എന്തായിക്കൊള്ളണം, നിങ്ങൾ നിങ്ങളുടെ ആക്സിസിനോട് പാരലൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾ അതിനോട് ട്രാവൽ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഈസ് ആക്ച്വലി L1 norm. ഞാൻ XY പ്ലെയിൻ എടുക്കുന്നത്, അതായത് ആക്ച്വലി R2 നമ്മൾ എടുക്കുന്നത്. ആ R2 എടുക്കുന്ന സമയത്ത് ഇത് 2 ഡയമെൻഷണൽ സ്പേസ് ആണ്. ആ 2 ഡയമെൻഷണൽ സ്പേസിനകത്ത് ഒരു പ്ലെയിനിനകത്ത് ഒരു പോയിന്റ് 3-4 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അല്ലെ, ഒരു റെഡ് ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ റെഡ് ലൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് ആക്സിന് പാരലായിട്ട് പാസ് ചെയ്യാം. ദെൻ അവിടുന്ന് 90 ഡിഗ്രിയിൽ നിങ്ങൾ ടേൺ ചെയ്തിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു, നിങ്ങൾ ഫോറിലേക്ക് പോകുന്നു. This route is parallel to y axis. Similarly, you can go to here in 3-4 by using the route. You can travel through y axis, and from there you can travel to 3-4 by using the line parallel to x axis. In any way, while using, you will travel 3 units along with x-axis and 4 units parallel to y-axis. So this way you will travel 4 units along y-axis and 3 units parallel to x-axis. On both ways you will have 4 plus 3 or 3 plus 4 the value. 4 plus 3, 3 plus 4, you will travel 7 units. The concept of norm is like this. You have, if your vector v is equal to v1, v2, etc., vn is an n-tupled vector. The norm, one norm we just mentioned as one norm is the modulus of v1 plus modulus of v2 plus etc. plus modulus of vn ആയിരിക്കും one norm value calculate ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ 3-4 എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, നമുക്ക് 2 പോയിന്റ് ആയതുകൊണ്ട് mod 3 plus mod 4 ആയിരിക്കും വരുന്നത്. Therefore the value is equal to 7. So maybe if you are in second quadrant, third quadrant or fourth quadrant, or all of that cases, we will analyze distance by modulus. So this kind of norm is the taxi cab norm or L1 norm. So that things that I discuss you here in this slide. Okay, just L2 norm, that's a Euclidean distance norm. Is the shortest distance vector എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. കുറച്ച് ചെറിയതായിട്ടാണ് സ്പീഡ് പോകുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെത്തിക്കാൻ വേണ്ടിയിട്ടാണ്.
അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് റേസ് ചെയ്താൽ മതി. ചാറ്റ് ബോക്സ് ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് വോയിസ് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയാതിരിക്കുന്നതാണ്. ഓക്കെ. ഓൾസോ അപ്പൊ L2 നോമിനെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ ഒരു പോയിന്റിലേക്ക് ഒറിജിനൽ നിന്നുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ 3, 4 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പോയിട്ടുണ്ട്, അവിടത്തേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഒറിജിനൽ നിന്നുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. സോ ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് നോം V, ആൻഡ് ദാറ്റ് ഈസ് 2 നോം ഓഫ് V. ആ നോം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? ദിസ് ഇസ് ഈ വെക്ടറിനെ V യെ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് n ഡയമെൻഷണൽ വെക്ടേഴ്സിനെ വെച്ചിട്ടാണ്, നമ്മളുടെ വെക്ടർ സ്പേസിനെ വെച്ചിട്ട് ചെയ്യുന്നത്. ആ കേസിൽ n ടപ്പിൾസ് വരും. ഇവിടെ പർട്ടിക്കുലർ കേസ് ആയതുകൊണ്ട് നമുക്ക് 2 ടപ്പിൾസ് വരും. സോ ഇവിടെ 2 നോം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ റൂട്ട് ഓഫ് V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ എക്സെട്രാ പ്ലസ് Vn സ്ക്വയർ വരും. where V1, V2, etc. Vn are the components of this vector V. So similarly, ഈ കേസിൽ നമുക്ക് വരുന്ന ആരായിരിക്കും? This is the 3, 4. Therefore, here we have square root of 3 square plus 4 square. That is equal to 9 plus 16. That is equal to root 25. Is equal to, as because it is a distance, we take only the positive value. Therefore, 5 is the answer. So think about, as just I take this image to here. So see, this is an image, and now we form the value line segment here. So actually it generates a right angle triangle. The least distance and taxi cab distance is there. Here we have taxi cab distances also. We have 3 units in x-axis and 4 units in y-axis. Therefore, as like this, from here we can understand by Pythagoras theorem, we can say that this is 5 units. Even though this is the shortest distance, that also we used here. The distance is calculated by using Pythagoras theorem. That just I mentioned you, just I leave it. This box is very important related to our data science. But how is the norm used to fix the difference between predicted values and expected values? The concept of loss function, we using how difference is prediction and the expected output. Predicted output and expected output. So that is very important. So let us say the predicted values are stored in a vector P. ഒരു വെക്ടർ P നമ്മൾ മെൻഷൻ ചെയ്തിരിക്കും. ആ വെക്ടർ P നമ്മുടെ predicted output ആണ്. And the expected values are stored into vector E. ഒരു വെക്ടർ ഇയിലേക്ക് നമ്മൾ expected വാല്യൂടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. Then P minus E is the difference vector. അല്ലെ, predicted വാല്യൂന്റെയും expected വാല്യൂന്റെയും ഡിഫറൻസ് വെക്ടർ ആണ് ആര്? P minus E എന്ന് പറയുന്നത്. And then after that we calculate the norm of the P minus E is a total loss for the prediction. We norm of P minus E calculate ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പല മേഖലയിലും പറയുന്ന എറർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോലെ നമുക്ക് പറയാൻ പറ്റും. The predicted value and expected value തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് അവിടെ കാണാൻ കഴിയും. That using to how much difference happens from predicted value to expected value. That is used in data science. Okay, next one is regularization. Regularization is a very important concept in data science. It is a technique we use to prevent model from overfitting. Regularization is actually another application of the norm. ഞാൻ അതിനകത്ത് കൂടുതൽ സംസാരിക്കാതെ ഇത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. Regularization penalized over the complex model by adding norm of the weight vector to the cost function. Okay, this is what is called. ഇവിടെ 3 images കാണിക്കുന്നത് ഡാറ്റാ സയൻസ് മേഖലയിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത് പറയാൻ വേണ്ടിയിട്ടാണ്. ആ റെഗുലറൈസേഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഇവിടെ കാണിക്കുന്ന വെക്ടേഴ്സ് അല്ലെങ്കിൽ പോയിന്റ്സ് കാണുന്ന സമയത്ത് this is what is called underfitting, and this is what is called just right fitting, and this is what is called overfitting the concept. Okay, അപ്പോൾ ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട എന്താണ്? We want to minimize the cost function and we will need to minimize the norm. അല്ലേ, നമ്മളതിന് ഈ നോമിന്റെ കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനുള്ള ഒരു ഫേം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു മേജർ എയിം എന്തായിരിക്കും? അയാൾക്ക് അവിടെ വരുന്ന കോസ്റ്റ് മിനിമൈസേഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷനും ആയിരിക്കും.
അതാണ് നമ്മൾ linear programming problem ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും minimize the cost എന്ന് പറഞ്ഞിട്ട് വരും. അത് maximize the profit എന്ന് പറഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക പല പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. Okay, this causes requires the components of the weight vector to reduce to zero. അല്ലെ weight vector നെ നമ്മൾ സീറോയിലേക്ക് reduce ചെയ്ത് കൊണ്ടുവരും and prevents the prediction function from being overly complex. Okay, next we are using the covariance matrix concept. Okay, covariance bivariate analysis is an important step in data exploration. We want to study the relationship between pair of the variables. We need to study the relationship between the pair of the variables. Where covariance or correlation are the measures used to study the relationship between two continuous variables. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ പഠിച്ചതായിരിക്കും കോവേരിയൻസ് കോറിലേഷൻ എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് കണ്ടിന്യൂസ് വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പിന് അനലൈസ് ചെയ്യാൻ വേണ്ടി അവിടെ നമ്മൾ ഉപയോഗിച്ചായിരിക്കും. So covariance indicates the directions of the linear relationship between the variables. Positive covariance indicates that increase or decrease in one variable and accompanied by the same another. The negative covariance increase and indicates that an increase or decrease in the one is accompanied by the opposite in the other. One is accompanied in positive covariance indicates that increase or decrease in one variable is accompanied by same in another, but negative covariance indicates increase or decrease in one is accompanied by the opposite the other. So this is what is called, some figure shows that this is a strong positive correlation. And this is from figure itself you can understand how it is correlated. This is moderate positive correlation and this is no correlation. The reader can understand have any correlation from here. This is moderate negative correlation. This is strong negative correlation. This is curvilinear relationship. Okay, this is curvilinear relationship. Okay, this I'm skipping this, that you can go through this. How the covariance matrix involving the concept of covariance matrix that can be found from here. X transpose we have X is the standardized data matrix containing all numerical features about your data. So you can find out from this matrix you can find out the transpose. So you will have the covariance matrix as a product of X transpose X. By using the concept of the covariance matrix you can evaluate this data. Okay, now SVM, that is support vector machine classification. So just I'm moving to the concept. This I'm skipping this slide that you can do later. In this algorithm, that's a support vector machine is treating like an algorithm. So in this algorithm we plot each data item as a point in n-dimensional space, where n is the number of features you have. We studied R2 is 2-dimensional, R3 is 3-dimensional, and we can have Rn is n-dimensional Euclidean space, like that we know. But in case of data set, there is a features of data is there. That is what we here taking as a dimension. Okay. And with the value of each feature being the value of particular coordinate, then we perform the classification by finding hyperplane that differentiate two classes very well. Okay, that is with the maximum margin where C is the this case. Okay, listen, hyperplane എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. Listen, hyperplane കുറിച്ച് നമുക്ക് അറിയാം. Hyperplane എന്താണ്? Subspace whose dimension are one less than its corresponding dimension of the vector space. So that it will be a straight line. 2-dimensional vector space is a straight line. 3-dimensional vector space is a 2D plane, and so on. So again, vector norm used to categorize our margin. Listen, ഇവിടെ നമ്മൾ എടുക്കുന്നത് C എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറയുന്നത് C എന്ന് പറയുന്നത് മാക്സിമം മാർജിൻ നമ്മൾ എടുക്കും.
For BIT vectors in ideal margin, but C is the maximum margin vector. This is what is called such an hyperplane that differentiate these two data sets. The different blue stars or data or type of data set. This much features in the data set. Maximum margin is separated in the hyperplane on every show. C show. Listen. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ സൗകര്യമായിരുന്നു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡാറ്റാസിനെ നമുക്ക് ലീനിയർ ഹൈപ്പർ പ്ലെയിൻ വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാമായിരുന്നു. സോ ബട്ട് വാട്ട് ഇഫ് ദ ഡാറ്റ ഇസ് നോട്ട് ലീനിയർലി സെപ്പറബിൾ ലൈക്ക് ദ കേസസ് ബിലോ അല്ലെ? ഈ ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് ഡാറ്റാസ് ലൈൻ വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ഇൻ കേസ് ഓഫ് 3 ഡയമെൻഷൻ കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലെയിൻ വെച്ച് മറ്റൊരു ഹൈപ്പർ പ്ലെയിൻ വെച്ചിട്ട് നമുക്ക് ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റും ഒന്നുകിൽ സർക്കിളോ എലിപ്സോ ഷേപ്പിലുള്ള ഒരു ജിയോമെട്രിക്കൽ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? ഈ റെഡ് ടൈപ്പിലുള്ള ഡാറ്റാസിനെ മുഴുവൻ ഒരു സർക്കുലർ റീജിയനിലോ എലിപ്റ്റിക്കൽ റീജിയനിലോ കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം അല്ലെ? ബട്ട് ഹൗ ഡു യു ഫൈൻഡ് ഇറ്റ് ഹിയർ? ദ കോൺസെപ്റ്റ് ഓഫ് കേർണൽ ട്രാൻസ്ഫോർമേഷൻ കംസ് ഇൻ ടു പ്ലേ അല്ലെ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റിന്റെ നെയിമാണ് kernel transformation. This idea of transformation from one space to another space is very common in linear algebra. Well, ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, z equal to, we introduce a new variable that is z equal to x square plus y square. This is how the data looks we plot in z and x axis. നിങ്ങളുടെ xy ആക്സിസിൽ നിന്ന് എന്ത് ചെയ്തു, ഇതിന് മൂന്നാമതൊരു സ്പേസും കൂടി കൊടുത്തിട്ട് എന്ത് ചെയ്തു, z ആക്സിസിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ മൂന്നാമതൊരു ആക്സിസിലേക്ക് വന്നപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന റേഞ്ചിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഇത് വരുന്നു. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എനിക്ക് ലീനിയർലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഡാറ്റയെ ചേഞ്ച് ചെയ്യാൻ പറ്റും എക്സിറ്റ് പ്ലേസിലേക്ക് വന്നപ്പോൾ. നൗ ആക്ച്വലി ആ സെഡിനെ ഞാൻ ഒരു പെർട്ടിക്കുലർ റേഡിയസ് ഞാൻ ഫോം ചെയ്തു അല്ലെ? നൗ ക്ലിയർലി ലീനിയർലി സെപ്പറബിൾ ബൈ എ ലൈൻ സെഡ് ഈക്വൽ ടു എ അല്ലെ? ഒരു സെഡ് ഈക്വൽ ടു എ എന്ന് പറയുന്ന സെഡ് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് സെഡ് ആക്സിസിലൂടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈന് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ആ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഒരു ലൈൻ സെഡ് ഈക്വൽ ടു എ വെച്ചിട്ട് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാമായിരുന്നു. എ ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മളുടെ ഡെഫിനിഷൻ വെച്ച് നമുക്ക് എന്താ പറയാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും പെർട്ടിക്കുലർ കേസിൽ എ ആയിരിക്കും അല്ലെ? സോ എന്തായിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ എന്ന് പറയുന്നത് റൂട്ട് എ റേഡിയസിൽ വരുന്ന എക്സ് വൈ പ്ലെയിനിലെ എന്തായിരിക്കും, ഒരു സർക്കുലർ റീജിയൻ ആയിരിക്കും അല്ലെ? അതല്ലെങ്കിൽ നമുക്ക് ഒരു എലിപ്റ്റിക്കൽ റീജിയനിലേക്ക് അതിനെ കൊണ്ടുപോകാം. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് ആക്ച്വലി എ സർക്കിൾ. അപ്പൊ ആ സർക്കിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റയെ സെപ്പറേറ്റ് ചെയ്തു. ദ റെഡ് ടൈപ്പ് ഡാറ്റാസിനെ നമ്മൾ ഇതിലേക്ക് വെച്ചു, ആ സർക്കുലർ റീജിയനിലേക്ക് മാറ്റി. ബ്ലൂ ടൈപ്പ് ഡാറ്റാസിനെ അതിലേക്ക് മാറ്റി, ആ സർക്കിൾ ഔട്ട് സൈഡിലേക്ക് മാറ്റി. ആൻഡ് we do not need to add additional features on our own. SVM has technique called kernel trick. This technique we call kernel trick. Okay, next one is the dimensionality reduction. I skip this slide for you. And the principal component analysis. ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ടീച്ചർ കണ്ടിന്യൂ ചെയ്യാലല്ലേ ദീപ ടീച്ചർ? ഒരു 10 മിനിറ്റ് കൂടി എടുക്കാം. ഓക്കെ ഓക്കെ, ടൈം എക്സീഡ് ചെയ്യുന്നില്ലല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ് എന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ് ഈസ് അൺസൂപ്പർവൈസ്ഡ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ടെക്നിക് അല്ലെ? ഡയമെൻഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു R2 പറഞ്ഞു, R3 പറഞ്ഞു, R4 Rn, ഇങ്ങനെ നമുക്ക് മാത്തമാറ്റിക്സിൽ നമുക്ക് അറിയാവുന്ന ഹയർ ഡയമെൻഷനിലേക്ക് പോകുന്ന രീതികളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡാറ്റ സെറ്റിന്റെ ഡയമെൻഷൻ റെഡ്യൂസ് ചെയ്യുക. ഡയമെൻഷൻ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം, ഫീച്ചേഴ്സ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡയമെൻഷൻ ആയിട്ട് വരുന്നത്. സോ ഫീച്ചേഴ്സിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നാൽ ആ ഡാറ്റാസിനെ നമുക്ക് എംപ്ലോയ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, PCA is an unsupervised dimensionality reduction technique. PCA is find the direction of the maximum variance. Variance is a concept in English. Plus 2 class തൊട്ടിട്ട് നിങ്ങളുടെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിച്ചു ഭാഗമാണ്. And projects the data along them to reduce the dimensions.
Without going into the math, these directions are eigenvectors of the covariance matrix. നമ്മൾ നേരത്തെ പറഞ്ഞ covariance matrixന്റെ eigenvectorsന്റെ concept ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. So eigenvectors of square matrix are special non-zero vectors whose direction does not change after applying a linear transformation. ലീനിയർ ആൾജിബ്രയിലേക്ക് വരുമ്പോൾ അവിടെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒരു വെക്ടർ സ്പേസിൽ നിന്ന് മറ്റൊരു വെക്ടർ സ്പേസിലേക്ക് പോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ പഠിക്കും. ഒരു ഷിഫ്റ്റിംഗ് ആണ്. ആ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും എന്താ പറയുന്നത്, the eigenvectors of square matrix are special non-zero vectors whose direction do not change even after applying the linear transformation. നിങ്ങൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്താൽ പോലും ഡയറക്ഷൻസിന് മാറ്റം വരുന്നില്ല, ഡയമെൻഷൻസിന് എന്ത് ചെയ്യുന്നുള്ളൂ, മാറ്റം വരുന്നുള്ളൂ. They are shown in റെഡ് കളേഴ്സ് വെക്ടേഴ്സ് അല്ലെ. ഈ കേസിൽ നമ്മൾ പറഞ്ഞത് നമ്മളൊരു സ്ക്വയർ മെട്രിക്സിന്റെ കോൺസെപ്റ്റ് ഉപയോഗിക്കുക, അത് ഡാറ്റാസിന് നമ്മൾ ലിസ്റ്റ് ചെയ്ത മെട്രിക്സിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഷേപ്പിൽ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരു ഡാറ്റ സെറ്റിനെ വേറെ ഷേപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. സ്ക്വയറിൽ നിന്ന് റെക്ടാങ്കുലർ ഷേപ്പിലേക്ക് കൊണ്ടുവരുകയും അതിന്റെ ഡയമെൻഷൻ സൈസിന് ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഡയറക്ഷനിൽ എന്ത് വന്നിട്ടില്ല, ഡിഫറൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പൈത്തൺ കോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് PCA നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇത് അതിനൊരു പൈത്തന്റെ ഒരു ഇതാണ്. അത് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റകൾ ഉപയോഗിച്ച് 0, 1, 2, 3, 0, 9 വരെയുള്ള ഡാറ്റാസ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ the collection of 8x2 images, handwritten digits ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. The plot we obtained is rather impressive. The digit appear nicely clustered. അല്ലെ, നിങ്ങൾ ഇതിന്റെ ഓരോ ഡിജിറ്റ്സ് കണ്ടില്ലേ, ഇവിടെ സീറോസിന് മുഴുവൻ ക്ലസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഓരോരോ വാല്യൂസ്, സോറി 9 മുഴുവൻ ക്ലസ്റ്റർ ചെയ്തിട്ടുണ്ട്, സോറി സീറോസിന് ക്ലസ്റ്റർ ചെയ്തിട്ടുണ്ട്, 9 ക്ലസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓരോരോ വാല്യൂസിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കളറുകൾ നിങ്ങൾ നോക്കിയാൽ ഹൗ ദേ ക്ലസ്റ്റേർഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. Now, lastly, before going to stop, one more thing I'd just like to mention to you. ഈ രണ്ട് കാര്യങ്ങൾ പറയുമ്പോഴും പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എന്നാൽ പോലും എന്ത് ചെയ്യാം, അതിനകത്ത് നിങ്ങൾ ഫർദർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റഡി ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇറ്റ്സ് സിംഗുലാർ വാല്യൂ ഡികമ്പോസിഷൻ. നമ്മൾ വളരെ അബ്രിവേറ്റ് ചെയ്യും, SVD അബ്രിവേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് അതിനകത്തുള്ള. ഇറ്റ് ഈസ് അമേസിംഗ് ടെക്നിക്സ് ഓഫ് മെട്രിക്സ് ഡികമ്പോസിഷൻ വിത്ത് ഡൈവേഴ്സ് ആപ്ലിക്കേഷൻസ്. മെട്രിക്സ് ഡികമ്പോസിഷൻ നമുക്ക് അറിയാവുന്ന ഒരു ഭാഗമാണ്. Let us talk about SVD is a dimensionality reduction. Especially this is known as truncated SVD. We start with a large m by n numerical data matrix A, where m is the number of rows, n is the number of features. Okay, instead of columns here we use the concept features. Decompose it into 3 matrices as shown. Listen, A is the entire data matrix, the large m by n numerical data matrix. That A we decompose into 3 matrices. One is U, second one is D, third one is V transpose, where U is the left singular vector contained matrix and D is the singular a matrix with the singular values, and V transpose is a matrix with the right singular vectors matrix. So this is choose k singular values based on a diagonal matrix and truncated we trim into 3 matrices accordingly. So actually we use like this, the sigma is there, U, D and V transpose is here, and we just convert this into, by reducing its dimension we convert it into another matrix, that is what is called AK, and AK in here U reduces its dimension, and this matrix D also reduces the dimension, and V also reduces its dimension. Okay, and this is reduced to number of features into K, and this reduced to this square matrix of K by K matrix, and this reduced to number of rows is and here this thing, but the number, sorry, this is number of rows is K, here number of features is K. Finally, we got multiply the truncated matrix to obtain a transformed matrix AK that we got from here. It has the dimension m by k. This is m by k dimensional matrix. You may think about
we start with the matrix, that is m by n matrix, and we reduce the features. Due to that, we have got m by k matrix. So it has k features. The number of features should be less than n. So we reduce the features even though we can analyze and evaluate the data. And here is a code implemented truncated SVD in Python. By using this program, we can have, and think about this. This is the values as we mentioned here, 0 to 9. The data are here. That is clustered like this. On applying truncated SVD to the digits data, I got the bill of load. You will notice that it's not as well clustered as we obtained after PCA. നിങ്ങൾ PCA ക്ലസ്റ്ററിംഗ് പോലെ അത്ര ഫെയർ ആയിട്ടല്ല ഇതിനെ ക്ലസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ PCA ക്ലസ്റ്ററിംഗ് നോക്കിയാൽ PCA ക്ലസ്റ്ററിംഗ് വളരെ ഫെയർ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരോ വാല്യൂസിനെയും പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലസ്റ്റർ ചെയ്യാൻ പറ്റും അതിൽ വരുന്ന ഓരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ. ബട്ട് വൈൽ കമ്മിങ് ടു ഹിയർ, ഇവിടെ വരുന്ന സമയത്ത് ക്ലസ്റ്ററിംഗ് ഈസ് ടു ഡിഫിക്കൽട്ട്. ഓക്കെ, ആൻഡ് ഈ SVDയും PCAയും നിങ്ങൾക്ക് കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള നമ്മളുടെ ഈ ഡാറ്റാ സയൻസിലെ മാത്തമാറ്റിക്സിന് ഉപയോഗം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞത്. നിങ്ങൾ പൈത്തണും അതോ either Python or I think better we can use Python, that is fine. Okay, this is the end of my talk, and we used some books I just mentioned here as reference. The Basics of Linear Algebra for Machine Learning by Joseph Brownlee, and Studies in Numerical Data Science Startup Research in 2007 in Siena, Italy. ഇതായിരുന്നു അവരുടെ റിസർച്ച് ഒരു കോൺഫറൻസിന്റെ പ്രൊസീഡിങ്സ് കൂടിയായിരുന്നു. സ്പ്രിംഗർ വേൾഡ് പബ്ലിഷ് ചെയ്താണ്. ആൻഡ് ദ ഡാറ്റാ സയൻസ് തിയറീസ്, മോഡൽസ്, അൽഗോരിതംസ് ആൻഡ് അനലിറ്റിക്സ് ബൈ Sanjeev Ranjan Das and analyticvidya.com. These all things are available freely from Google. You can download all the PDF. You can read. It's a very nice area. I assure you, data science will give you a very good profession. Nowadays, the world's very emerging area is data science. So, if you are to be interested to be a teacher, you try to be a teacher. That is fine. If you are not interested to be a teacher, and you will have a very good profession by studying studying data science and be a data scientist, you will have a very good and noble profession. Very highly dignified profession will give you the data science. Thank you all. പാർട്ടിസിപ്പൻസിന് ഇന്ററാക്ഷൻ ഉള്ള ടൈമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കൊന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം, ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? Have any doubts or discussion? If you are asking, this will be a very fine session. If you are not ready to interact, will be not good. So I am challenging you to ask some questions. That is fine for our session. I am welcoming you all to ask some questions. ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട്, ഇത് എവിടെ പഠിക്കാൻ പറ്റും എന്നുള്ളത്? ഓക്കെ, ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ അല്ല, മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടിംഗ് സിലബസിൽ വരണമായിരുന്നു എന്നുള്ളതാണ്. മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടിംഗ് പൈത്തൺ, എനിക്ക് തോന്നുന്നു ടീച്ചർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഇത് വരുന്നില്ലേ, പൈത്തൺ വരുന്നില്ലേ? പൈത്തൺ ഇലക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ഇലക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. പിജിക്കോ അതോ ഡിഗ്രിക്കോ?
ഡിഗ്രിക്ക് ഇലക്ടീവ് ആയിട്ട് വരുന്നില്ല. പൈത്തൺ പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് പഠിച്ചെടുക്കാവുന്നുണ്ട്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ ലെക്ചേഴ്സ് ഒക്കെ ഒരു 10 hours പൈത്തൺ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഈവൻ സിലബസിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വോളണ്ടറി ആയിട്ട് തന്നെ പഠിച്ചു വരാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഹാർവാർഡിന്റെ സ്റ്റാൻഫോർഡിന്റെ പോലെയുള്ള ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഓൺലൈൻ കോഴ്സ് കൊടുക്കുന്നത് NPTEL നല്ല കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് പൈത്തണിൽ NPTEL കോഴ്സുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പൈത്തൺ കോഴ്സുകൾ ചെയ്യാം. കോളേജുകളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഇപ്പൊ ഞങ്ങൾ ഫറൂഖ് കോളേജ് ഒരു ഓട്ടോണമസ് കോളേജ് ആവുന്ന സമയത്ത് പല പേപ്പറുകളും കയറ്റാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ഏത് പേപ്പർ മാറ്റുമെന്ന് നോക്കാൻ നമുക്ക് ഒരു പേപ്പറും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. എല്ലാ പേപ്പറും ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യേണ്ടതാണ്, നമ്മൾ പഠിക്കേണ്ടതാണ്. ആ ഒരു മാത്തമാറ്റിക്കലായുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ അക്വയർ ചെയ്യേണ്ടതാണ്. നമ്മളൊരു റിസർച്ചിന് പോകുമ്പോഴോ അതല്ലെങ്കിൽ CSIR എക്സാമിനേഷന് പോകുമ്പോഴോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് അത് ആവശ്യമുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സിലബസിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഇപ്പൊ ഇന്ന് പാരലായിട്ട് ഒരുപാട് NPTEL, അതുപോലെ തന്നെ കോഴ്സറ, അതുപോലെ തന്നെ സ്റ്റാൻഫോർഡ്, ഓക്സ്ഫോർഡ്, അതുപോലെ തന്നെ ഇതുപോലുള്ള നമ്മളുടെ ഈ ഹാർവാർഡിന്റെ ഒക്കെ അതുപോലെ MIT-യുടെ ഒക്കെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഡാറ്റാ സയൻസിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തന്നെയുണ്ട്. അതുപോലെ തന്നെ IBM-ന്റെ ഒക്കെ ജോയിൻ ചെയ്തുകൊണ്ട് പുറത്തു യൂണിവേഴ്സിറ്റി ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. IIIT ബാംഗ്ലൂർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് MSc ഇൻ ഡാറ്റാ സയൻസ് ഉണ്ട്. വളരെ നല്ലൊരു കോഴ്സാണ് അത്. മാത്തമാറ്റിക്സിലേക്ക് ഹയർ സ്റ്റഡീസിന് താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കോഴ്സാണ് എന്ത് ഇവര് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നത്. വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. പെർ സെമസ്റ്റർ എനിക്ക് തോന്നുന്നു 2 lakhs എങ്ങാം എന്ത് വരുന്നുണ്ട്, അതിന്റെ ഫീസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യുന്നുണ്ട്, വളരെ നല്ല വിദ്യാർത്ഥികൾക്ക് അതിനകത്തുനിന്ന് ഒരുപാട് ഇത് ലഭിക്കുന്നുണ്ട്, സ്കോളർഷിപ്പുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഡാറ്റാ സയൻസ് എവിടെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരാൾ ചോദിച്ചത്. പിന്നെ അതോടൊപ്പം തന്നെ ഡാറ്റാ സയൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് IIT-കൾ അവൈലബിൾ ആണ്, IISc അവൈലബിൾ ആണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല സ്ഥാപനം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ. സോ യു മേ പ്രിഫർ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫസ്റ്റ്. അതുപോലെ തന്നെ IIIT ബാംഗ്ലൂർ ആണ് എന്ത് ചെയ്യുന്നത്, ഉറുദു യൂണിവേഴ്സിറ്റി ആയിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോ ഓൺലൈനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, PG ഡിപ്ലോമ ഇൻ ഡാറ്റാ സയൻസ് എന്നൊരു കോഴ്സ് IIIT ബാംഗ്ലൂർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് വിദേശ യൂണിവേഴ്സിറ്റി മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ കോഴ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പ്രൈവറ്റ് സംവിധാനങ്ങൾ, സിംപ്ലി ലേൺ പോലുള്ള സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റാ സയൻസിന്റെ കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ അമൽ അബ്ദുസലാം ചെയ്ത VIT വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റാ സയൻസിന്റെ കോഴ്സ് കൊടുക്കുന്നുണ്ട്. വിപ്രോ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് VIT ആണ്. ഓക്കെ, വാട്ട് എൽസ്? ജെന്നി ജേക്കബ് ചോദിച്ചിരിക്കുന്നത് മാത്തമാറ്റിക്സ് റിസർച്ചിൽ വരുന്ന ഡാറ്റാ സയൻസ്, മാത്തമാറ്റിക്സ് റിസർച്ചിലുള്ള ഡാറ്റാ സയൻസിന്റെ സ്കോപ്പാണ്. ഡാറ്റാ സയൻസിൽ നിങ്ങൾ എന്ത് ഗവേഷണം നടത്തിയാലും ഇപ്പോൾ വേൾഡിൽ വളരെ ആക്സെപ്റ്റബിൾ ആണ്. അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നോക്കണം. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലീനിയർ ആൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാ സയൻസിനകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ ഞാൻ നേരത്തെ അമൽ അബ്ദുസലാം വർക്ക് ചെയ്യുന്ന കട്ടിംഗ് എഡ്ജ് അൽഗോരിതത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് അൽഗോരിതംസിന്റെ ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു അർത്ഥത്തിലൊക്കെ റിസർച്ച് മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഡാറ്റാ സയൻസിലെ ഗവേഷണം ഒരുപാട് വേൾഡിൽ എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും ഒരു കമ്പയർ ചെയ്തുകൊണ്ട് ഗവേഷണം നടത്തണം. കാരണം വെച്ചാല് ഒരേ ഏരിയയിൽ ചെയ്യുന്ന സമയത്തിന് ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഗവേഷണം നടക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഗവേഷണ ഏരിയ എടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യും, വേറെ അതിൽ കയറി ക്ലിക്ക് ചെയ്ത് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ ആക്റ്റീവായിട്ട് റിസർച്ചിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക്സ്, ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്പർ തിയറിയുടെ, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്,
ഡാറ്റാ സയൻസ്, ഇതൊക്കെ പല രീതിയിലും കോറിലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗത്ത് നമ്പർ തിയറി, അഫൈൻ മാപ്പിംഗ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റിസർച്ചിൽ ഇപ്പൊ നവഡേയ്സ് പ്രസന്റ് സിറ്റുവേഷനിൽ ഓൾ അറൌണ്ട് ദ ഗ്ലോബ് ഹാവ് എ വെരി വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്കോപ്പ് ഇൻ ഡാറ്റാ സയൻസ്. ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും, നിങ്ങൾ ഡാറ്റാ സയൻസോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം എന്നാണ് ഞാൻ പറയാം. കാരണം എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വോക്സ് വാഗൺ എന്ന് പറയുന്ന വണ്ടിയുടെ കമ്പനി ഏകദേശം 12 crore rupees-ഓളം എന്താണ് ജർമ്മനിയിലെ പ്രൊഫസർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വർക്ക് ചെയ്യുന്നതിന് റിസർച്ച് ഗ്രാൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗിലുള്ള ഭാഗം. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ സയൻസോ സ്റ്റാറ്റിസ്റ്റിക്സോ ചെയ്യുന്ന കുട്ടികളെക്കാളും നന്നായിട്ട് ചെയ്യാൻ കഴിയും മാത്തമാറ്റിക്സ് മേജറായി പഠിച്ച കുട്ടികൾക്ക്. അത് നിങ്ങൾക്ക് ലഭിച്ച അനാലിസിസ് സ്കില്ല്, ലോജിക്കൽ സ്കില്ലൊക്കെ മറ്റു ബ്രാഞ്ചസിനേക്കാളും കൂടുതലാണ്. ഞാൻ മറ്റു സബ്ജക്റ്റിനെ എഴുതി പറയല്ല, നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് വന്നിട്ടുള്ളതാണ്. നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്കും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്കും വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാമിംഗ് പഠിക്കാൻ സാധിക്കും. ഓക്കെ സർ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നിതിൻ ഗോവിന്ദ് ചോദിച്ചിട്ടുള്ള ഓട്ടോമേറ്റ ഇതുമായി റിലേറ്റഡ് ആണോ? ഓട്ടോമാറ്റ നിലവില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റയുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂറൽ നെറ്റ്വർക്സിന്റെ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ കൂടുതലായിട്ട് അതിൽ സ്റ്റഡി ചെയ്യാത്തതുകൊണ്ട് എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ആൻസർ പറയാൻ കഴിയില്ല. എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി റെഫർ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ കുറിച്ച് പറയാം. ഓട്ടോമാറ്റ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും, കാരണം കമ്പ്യൂട്ടർ സയൻസിന്റെ ആളുകളാണ് നമ്മളെക്കാളും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റ ഉപയോഗപ്പെടുത്തുന്നത്. അതിൽ കുറച്ചും കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എനിക്ക് ആൻസർ പറയണമെങ്കിൽ എനിക്ക് റെഫറൻസ് ആവശ്യമാണ്. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻ? ഓക്കെ, ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. താങ്ക് യു സർ, താങ്ക് യു ഫോർ നൈസ് സെഷൻ. ഔപചാരികമായി ഈ ഒരു പ്രോഗ്രാമിന് നന്ദി പറയുന്നതിനായി ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയായ അനാമികയെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ ഞാൻ നിഷാദ് സാറിന് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഡാറ്റാ സയൻസ് എന്താന്ന് കേട്ടിട്ട് അതെന്താ ഒന്നും അറിയില്ലായിരുന്നു, ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ റിയൽ ലൈഫിൽ അതിന്റെ റോളൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഈ സാറിന്റെ സെക്ഷനോടുകൂടി അത് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, കാരണം അത്രയും എളുപ്പമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് സാർ നമ്മുടെ ക്ലാസ് തന്നത്. അതുകൊണ്ട് സാറിനെ എൻ്റെ പേരിലും എൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇത്രയും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സെക്ഷൻ നമുക്ക് സംഘടിപ്പിച്ചു തന്ന നമ്മുടെ പ്രിൻസിപ്പൽ അജയ് സാറിനും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട HOD ദിവ്യ മിസ്സിനും എൻ്റെ പേരിലും ഡിപ്പാർട്ട്മെന്റ് പേരിലും ഇവിടെയുള്ള ഓരോ സ്റ്റുഡൻസിന്റെ പേരിലും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ സർ. നമുക്കിത് ദിവ്യ ടീച്ചർ എനിക്ക് എന്റെ ഫീഡ്ബാക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ, കുട്ടികളുടെ സെഷന് പറഞ്ഞ ഫീഡ്ബാക്ക്. ഓക്കെ താങ്ക് യു, ബൈ. താങ്ക് യു സർ.